ഗായ്സ്, ഇന്ന് നമ്മള് മുട്ടക്കറിയും പൂരിയാണ്. ചപ്പാത്തി ഇല്ലയോ? ചപ്പാത്തിയാണോ? എങ്കിൽ പോട്ടെ, നമ്മള് ചപ്പാത്തിയാണ്. പൂരിയാണോ ചപ്പാത്തിയാണോ? കണ്ടോ, പാചകക്കാരിക്ക് പോലും അറിയില്ല ഇത് എന്ത് വെക്കണം, എന്ത് വെക്കണം, എന്ത് വെക്കണോന്ന് അറിയാൻ പോലും പൂരി വേണോ ചപ്പാത്തി വേണോ? ചേട്ടനോ? എനിക്ക് ചപ്പാത്തിയും വേണം പൂരിയും വേണം. അപ്പം ഗായ്സ്, ഇന്ന് പാചകക്കാരിക്ക് തീരുമാനം പൂരി. ഇവിടുത്തെ സീനിയർ സിറ്റിസന്റെ തീരുമാനം അന്തിമമാണ്. പറഞ്ഞതാണ് ഉണ്ടാക്കുന്നത്. വാവ പോയി ഉടുപ്പിട്ടോണ്ട് വരിക. ഈ രാത്രിലത്തേക്ക് മതിയല്ലോ, രാവിലത്തേക്ക് മാവുണ്ടല്ലോ, ദോശ ഇഡലി സാമ്പാറും. പാചകക്കാരി എന്ത് വെക്കണമെന്ന് പോലും അറിയാൻ വയ്യാതെ എല്ലാം അരിഞ്ഞൊക്കെ അങ്ങ് വെച്ചതാ. കണ്ട ഗായ്സ്, വട്ടയൊക്കെ എടുത്തങ്ങ് വെച്ച്. ടൈം കൺസ്യൂം ചെയ്യാൻ പഠിക്കണം. എന്ത് ചെയ്യണോന്ന് പോലും അറിയാൻ വയ്യാതെ ഗായ്സ്. അപ്പൊ എന്താണ് ഫൈനൽ തീരുമാനം? പൂരിയാണോ ചപ്പാത്തിയാണോ? ഇങ്ങനെ താണ്ട മാവൊക്കെ കുഴയ്ക്കുകയാണ് ഗായ്സ്. പുട്ടായാലോ? ഗോതമ്പ് ദോശ മതി ചേച്ചി, വെള്ളം കൂടി പോയെന്ന് തോന്നുന്നു. ഗോതമ്പ് ദോശക്കകത്ത് തേങ്ങ ശർക്കര വെച്ചതായാലോ? അയ്യേ, അവളെ ഉടായ്പ ഫുഡ് ഉണ്ടാക്കും. ഉടായ്പ ഫുഡ് എന്ത് ചെയ്തോണ്ടോ പാചകക്കാരി പൊളിഞ്ഞു പോയി. അങ്ങനെ നമ്മള് ഇന്നത്തെ കുക്കിങ്ങിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് പൂരിയും മുട്ടക്കറിയാണ് ഗൈസ്. നമുക്ക് മസാലപ്പൊടിയൊക്കെ ഉണ്ട്. നമുക്ക് മസാലപ്പൊടിയൊക്കെ ഉണ്ടായിട്ട് ഇന്ന് പൂരിയും മുട്ടക്കറിയാണ്. ഇപ്പം വെള്ളം കുറഞ്ഞു പോയി നേരം. ഗൈസ്, അപ്പം നമുക്ക് ചപ്പാത്തി പരത്തുമ്പം കാണാം. ഞാൻ കുളിക്കാൻ പോകുന്നു. നിന്റെ പണി. എനിക്കൊരു സത്യം വെളിപ്പെടുത്താനുണ്ട്. ഈ ഭാഗത്തോട്ട് വരാറില്ല. അത്രയും ഭാഗം കട്ടായി. അത്രയും ഭാഗം എടുത്തിട്ട് സർവശക്തി എടുത്ത് ജിമ്മിന് പോകുന്നതിന് പകരം സർവശക്തി എടുത്ത് മാവ് ഉരുട്ടി ചേട്ടനല്ലേ ജിമ്മിന് പോണോന്നും പറഞ്ഞോണ്ടിരിക്കുന്നത്. വാ കോഴ, അപ്പൊ ശരിയാവും. നാളെ തൊട്ട് പുട്ടാട്ടാ. ഗോതമ്പ് മാവ് മേടിച്ചിട്ട് ചപ്പാത്തി അങ്ങ് ഉണ്ടാക്കണം. നീ നാളെ എന്താ പറയുന്നു? ഇത് ആട്ടാമാവ്. നാളെ തൊട്ട് നമ്മള് ഗോതമ്പ് മാവ് ആക്കാം. ഇതിനകത്ത് മൈദയും കൂടെ ചേരും. അങ്ങനെയാണ് ആട്ട എന്ന് പറയുന്നത്. ഗോതമ്പ് മാവ് ഇതൊരു വെച്ച് കട്ടി കൂടുതലായിരിക്കും. കട്ടി കൂടുതലായിരിക്കും. ഗൈസ്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. ഗോതമ്പ് മാവ് അല്ല, ഇപ്പൊ മേടിച്ചത് ആശീർവാദിന്റെ ആട്ടപ്പൊടി. അതിന് ഇച്ചിരി വില കൂടുതലാണ്. നാളെ ഇനി റേഷൻ കടയിൽ പോയി 8 രൂപയുടെ ആട്ട മേടിക്കാനുള്ള അടവാണ് ഈ കാണിക്കുന്നത്. ഗൈസ്, നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. നമ്മള് ഗോതമ്പ് മാവല്ലേ ബെറ്റർ? നാളെ ഗോതമ്പ് മേടിച്ച് പൊടിച്ച് അത് അവരങ്ങനെ എഴുതും. പക്ഷെ ആട്ടാമാവിനകത്ത് മൈദ നിങ്ങളുടെ ആരെങ്കിലും വന്നോ ഈ ആശീർവാദിന്റെ? നാരങ്ങ വെള്ളം എടുത്ത് അവിടെ ഒഴിച്ചെന്നാകണ്ടാന്ന് ഒന്ന് പറയുന്നേ. മലക്കറിയെ കുറിച്ച് 2 വാക്ക് പറയടേ.
ദോശക്കല്ലിൽ നിന്ന് ഇളവാത്തിന്റെ കലിപ്പ് തീർക്കാണ് ഗൈസ്. ഗൈസ് അങ്ങനെ ദോശ പരിപാടി മാറ്റിയിരിക്കുന്നു. അത് നീ കഴിഞ്ഞ ഈ കല്ല് വൃത്തിയാക്കുന്നതിനോട് നിനക്ക് എന്താണ് പറയാനുള്ളത്? ദോശയോട് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഓക്കെ, പാട്ട് പാടാം. ഭൂരി ഉണ്ടാക്കാൻ വന്ന ഞങ്ങൾ ദോശയിലോട്ട് തിരിഞ്ഞു. ദോശയിൽ നിന്ന് ഇപ്പൊ ചപ്പാത്തി വീണ്ടും ആയിട്ടുണ്ട്. ഇതിനി എന്തോ ഗോതമ്പ് ദോശയിലോട്ട് വീണ്ടും തിരിഞ്ഞു പോകുമെന്ന് അറിയാമോ ഗൈസ്? എന്താണ് ഇവിടെ നടക്കുന്നത് അവർക്ക് മാത്രമേ അറിയാവൂ. എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നു ഗൈസ്. അത് മൊത്തം കരിയായിട്ടുണ്ട്. പിന്നെ എല്ലാം കരിച്ചു വാരിയിട്ടുണ്ട്. എന്തോ കറിയും കൂട്ടി തിന്നൊന്നും അറിയത്തില്ല. മുട്ടക്കറിക്ക് എന്താ ഈ കരി മായ്ച്ചു കളയാൻ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? മുട്ടക്കറി പിന്നെ മായ്ച്ചു കളയാൻ വല്ല പ്രത്യേകത മുട്ടക്കറിയിലുണ്ടോ? ഈ കല്ലിനെ എങ്ങനെ ശരിയാക്കും? കഴുകണം, നല്ലപോലെ കഴുകണം. മുട്ട പൊരിച്ചാൽ ശരിയാവുമായിരിക്കും. അവസാനത്തെ ഉള്ളി വെച്ച് തേച്ചാ ശരിയാവൂന്ന് ഞാൻ ഒരെണ്ണത്തിൽ കണ്ടതുകൊണ്ട് ഞാൻ ഉള്ളി വെച്ച് തേച്ചത്. പക്ഷെ ഇപ്പൊ ഉള്ളി തേച്ച് അവളുടെ കണ്ണ് നീറിയതല്ലാതെ കല്ല് വൃത്തിയായിട്ടില്ല. നിങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. അങ്ങനെ തകർത്ത് പണി നടക്കുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രേക്ഷകരോട് നിന്റെ ആരാധകരോട് പറയൂ. നിന്റെ ആരാധകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. ആരാധകരോടൊന്നും പറയാനില്ലേ? ഇതിപ്പോ നമ്മള് ദൊഡലിയായിട്ട് തിന്നും. എന്ത് ചപ്പാത്തി അല്ലെ ദോപൂരി. ഭൂരി ആണെങ്കിൽ ദോപൂരി ആവും. ദോപൂരി ആവും. ഈ ഇവിടെ തറയിരിക്കുന്നത് കാണുന്നുണ്ടോ ചപ്പാത്തി? നമ്മുടെ പരിപാടികളെല്ലാം പൊളിഞ്ഞിരിക്കുന്നു. എല്ലാ പ്ലാനുകളും പൊളിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ഇനി സൊമാറ്റോയിൽ ഓർഡർ ചെയ്യേണ്ട അവസ്ഥയാവുമെന്ന് തോന്നുന്നു. ഗായ്സ്, കല്ലിൽ ദോശ കയറി പിടിച്ച അതിനെ പ്രതിരോധിക്കുന്ന പണി തുടങ്ങിയിരിക്കുന്നു. മുട്ട ഓംലേറ്റ് അടിച്ച് പ്രതിരോധിക്കുക എന്നാണ് അവള് പറയുന്നത്. മുട്ട ഓംലേറ്റ് അടിക്കുന്നില്ല. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. പൂരി തിന്നാന്ന്, ദോശ തിന്നാന്ന്. ഇപ്പൊ ദോശയും ഇല്ല, പൂരിയും ഇല്ല, ചപ്പാത്തിയും ഇല്ലാത്ത അവസ്ഥ. ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തി ചുടുന്നത്
ഗായ്സ് നിങ്ങൾക്കുണ്ടോ ഇതേ കണക്ക് പാചകക്കാരി? സ്വന്തം പാചകത്തെ ഇത്രയും പുകഴ്ത്തുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്വന്തം പാചകത്തെ ഇത്രയും പുകഴ്ത്തി അതിന് ഇത്രയും കഴിഞ്ഞത് തിന്നണല്ലോ. മുട്ട കറിയെങ്കിലും ദോശക്കല്ല് എണ്ണ തേക്കാതെ ദോശ ഇടാൻ നോക്കിയതിൻ്റെ കഷ്ടപ്പാടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. മുട്ട ഓംലേറ്റ് അടിച്ച പാട് മാറ്റുമെന്നാണ് അവർ പറയുന്നത്. അടുത്തത് ഗൈസ് അമ്മയുടെ കൈ പൊള്ളിയോ. എന്തൊക്കെയോ ആ ഒരു മുട്ടയെ നശിപ്പിച്ചിരിക്കുന്നു ഗൈസ്. 2 സവാള, ഒരു മുട്ട, ഒരു സവാള, ഒരു കല്ല് എണ്ണ തേക്കാതെ ദോശ. എണ്ണ ലാഭിക്കാൻ നോക്കിയാണ് ഗൈസ്. ഇപ്പൊ എത്ര രൂപയുടെ നഷ്ടമായെന്ന് നോക്കും. ഇനി ചിലപ്പോ ശരിയാവും. വീണ്ടും ദോശ മാവ് എടുത്തിരിക്കുന്നു. എന്തൊക്കെയോ ഗായ്സ് അവളുടെ മിഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇത് ഇച്ചിരി നേരത്തെ ചെയ്തിരുന്നെങ്കിൽ കുറെ മാവുകൾ നശിപ്പിക്കേണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്കും പരീക്ഷിക്കാം കേട്ടോ. സംഭവം സക്സസ് ആട്ടോ. ദോശക്കല്ലി അടിയിൽ ദോശ പിടിച്ചിരിക്കുന്ന ഇളക്കി ദോശ ഇളകിയില്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചിട്ട് ദോശ ഇട്ടാൽ കൊള്ളാം ഗൈസ്. പരീക്ഷണം വിജയിച്ചിരിക്കുന്നു. അപ്പൊ ഇന്ന് ദോശ തിന്നാം. ദോശ വേണല്ല കൊച്ചിനാ. അവിടെ വീണ്ടും പോയി. നമുക്ക് ദോശയില്ല ഗൈസ്. ദോശ വേണോ? ഇപ്പൊ ചൂടണോ? വേണ്ട, ഇനി വേണ്ട. നമ്മളെ പട്ടിണിയിലാക്കിയിരിക്കുന്നു ഗൈസ്. നമ്മള് പട്ടിണി. എങ്കിലും തിന്നല്ലേ ഏട്ടാ. ഓക്കെ മിഷൻ സക്സസ് ആയെന്നാണ് അവള് പറയുന്നത്. ഇനി എന്തുവാണെന്ന് നമുക്ക് കഴിച്ച് നോക്കിയിട്ട് പറയാം ഗൈസ്. അപ്പോ ഓക്കെ ഗൈസ്, നമ്മളെ ദോശ ഇട്ടു, ഓംലേറ്റ് അടിച്ചു, ചപ്പാത്തി ഇട്ടു. ഗൈസ് അടുത്ത് നമ്മള് മുട്ടക്കറി വെച്ചു. മുട്ടക്കറിയായിട്ടും ഇപ്പൊ ഗൈസ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ അടുക്കള ഭരണം തീർന്നിരിക്കുന്നു. ഇനി ഞങ്ങൾ കഴിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ലെങ്കിൽ നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ഓക്കെ.